2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആവേശകരമായ ഇന്ത്യ ഇംഗ്ലണ്ട് സെമി ഫൈനൽ പോരാട്ടത്തിനൊടുവിൽ 7 റൺസിന്റെ കിടിലൻ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ സഞ്ജു സാംസൺ തന്നെയാണല്ലോ ഈ ഒരു കളിയിലും പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കിയത്. തുടർച്ചയായിട്ടുള്ള 2ാം മത്സരത്തിലാണ് സഞ്ജു പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് സ്വന്തമാക്കുന്നത്. അതും വിർച്വൽ നോക്കൌട്ട് ആയിട്ടുള്ള ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ച രാജകീയ ഇന്നിംഗ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജു സാംസൺ ഇന്നലെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായിട്ട് അടിച്ച ആ ഒരു റെക്കോർഡ് അടിയിൽ വീണത് ചില വമ്പൻ റെക്കോർഡുകളാണ്. സഞ്ജു സാംസണിന്റെ റെക്കോർഡ് അടിയെന്ന് തന്നെ പറയേണ്ടി വരും. രോഹിത് ശർമ്മ അടക്കമുള്ള വമ്പൻ താരങ്ങളുടെ റെക്കോർഡ് ഇപ്പോൾ സഞ്ജു മറികടന്നിരിക്കുന്നു. കണക്കുകളൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. 42 പന്തുകളിൽ 89 റൺസിന്റെ മാസ്മരിക ഇന്നിംഗ്സ്. ഒരു വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം. 2024 ഹിറ്റ്മാൻ സാക്ഷാൽ രോഹിത് ശർമ്മ 8 ഇന്നിംഗ്സുകളിൽ നിന്ന് ഗാലറിയിലേക്ക് എത്തിച്ചത് 15 സിക്സറുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ പകുതി ഇന്നിംഗ്സുകൾ, അതായത് വേൾഡ് കപ്പിൽ 4 അവസരങ്ങൾ മാത്രം ലഭിച്ചിട്ട് 16 സിക്സറുകളാണ് പൊട്ടിച്ചത്. അതും സാക്ഷാൽ രോഹിത് ശർമ്മയെ തന്നെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട്. എന്തൊരു റെക്കോർഡാണല്ലേ. എന്തായാലും സഞ്ജു സാംസൺ എറ എന്ന് തന്നെ പറയേണ്ടി വരും. സഞ്ജു സാംസൺ പുതിയ സിക്സർ അടി വീരൻ എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ്